ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിഡ്സ് ക്യാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഇമ്മാക്കുലയുടെയും ജാക്കീനും ഞാനും ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പതിവുപോലെ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായം തേടിക്കൊണ്ട് ശുശ്രൂഷ പ്രവേശിക്കുക അല്ലേ? അതെ അതെ, പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ദൈവത്തിന് ഇഷ്ടപ്പെടുകയല്ല. ദൈവത്തിന് ഇഷ്ടപ്പെടുകയല്ല, അതിന്റെ പൂർണ്ണ നടക്കത്തുമില്ല. പിന്നെ ഉണ്ടാകുന്ന ഒരു പെർഫെക്ഷനും ഇല്ല. ചിലർക്കല്ലേ, അത് പല പല കാരണങ്ങളുണ്ട്. പിന്നെ എല്ലാം ദൈവം അനുവദിക്കുന്ന, കാരണം നമുക്കറിയത്തില്ലേ, ചിലർക്ക് കൈയില്ലെന്നുണ്ടെങ്കിലുവേ ഇപ്പൊ നമുക്ക് അങ്ങനെ ചിലരൊക്കെ ഉണ്ട്. ആ കൈയില്ലാത്ത അവർക്ക് രണ്ട് കൈ ഉള്ളവരെക്കാൾ കൂടുതൽ വേറെ പല കഴിവുകളും ഉണ്ട്. പിന്നെ ചിലപ്പോൾ അതിന്റെ ചില പിന്നെ ഹോർമോണിന്റെ പ്രശ്നമോ അങ്ങനെ പല പല ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വേണം അങ്ങനെ സംഭവിക്കാൻ. ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ ആൾക്കാർ വേറെ ഭക്ഷണം മാറി കൊടുക്കും. ചിലർക്കുണ്ടല്ലോ കൈയില്ലെങ്കിലും അവർ കാലുകൊണ്ടൊക്കെ, ഇപ്പൊ നമ്മുടെ കാലുകൊണ്ടൊക്കെ വണ്ടി ഓടിക്കുന്നവരൊക്കെ ഉണ്ട് കേരളത്തില്. അതുകൊണ്ട് പുറത്തൊക്കെ ഉണ്ട് വലിയ വലിയ കൈയും കാലും ഇല്ലാത്തവരൊക്കെ വലിയ വലിയ ഒന്നുമല്ല, ഒരാൾ തന്നെ. ഓക്കെ, നമുക്ക് ക്ഷേത്രത്തിലേക്ക് വരാം. പരിശുദ്ധാത്മാവിന്റെ സഹായം തേടിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. അപ്പൊ അത് പ്രാർത്ഥിക്കാം അല്ലേ? പരിശുദ്ധാത്മാവേ വരണമേ, അവിടുത്തെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിലേക്ക് വരണമേ, വന്നു വസിക്കണമേ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് വഴി നടത്തണമേ. കർത്താവായ ഈശോയെ, അങ്ങ് വേഗം വരണമേ. ഈശോയെ, ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ കുട്ടികളെ നയിക്കുന്ന കൂടെ ഞാനുമുള്ള ഈ ശുശ്രൂഷ നിങ്ങൾ കുറച്ചധികം പേര് സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, പ്രയോജനപ്പെടുത്തുന്നുണ്ട്, മറ്റുള്ളവരെ ഷെയർ ചെയ്യുന്നു ഞങ്ങൾക്കറിയാം. അത് കൂടുതൽ അത് നമുക്കെല്ലാവർക്കും അനുഗ്രഹമായിട്ട് മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു എപ്പിസോഡിൽ പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ വരുന്ന ജൂലൈ മാസം 1 മുതൽ അവസാനം വരെ 31 വരെ ഒരു മാസം മുഴുവനും കാനഡയിലുള്ള ഒരു പ്രാർത്ഥന, അവിടെയുള്ളൊരു കൂട്ടായ്മ, ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇമ്മാക്കുലയുടെയും ജോയാക്കിനെയും അല്ലെങ്കിൽ ഞങ്ങളെ ഒരുമിച്ച് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് പറയാമേ. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ശുശ്രൂഷയാണ്. 8 വയസ്സ് മുതൽ 15 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ശുശ്രൂഷയാണ്. അതെ അതെ, കുഴപ്പമില്ല. ഒരു ദിവസം 1 മണിക്കൂർ വെച്ചാണ്, സൂമിൽ കൂടിയാണ് ക്ലാസ് ഉള്ളത്. സാറ്റർഡേയും സൺഡേയും ക്ലാസ് ഇല്ല. കുട്ടികളെ കൂടുതൽ ബൈബിള് പഠിപ്പിക്കുക, വിശുദ്ധ ബൈബിളിൽ അധിഷ്ഠിതമായ കൂടുതൽ ജീവിക്കാനായിട്ട് അവരെ സഹായിക്കുക, അങ്ങനെയൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മളെ കൂടാതെ തന്നെ ചില വൈദികരുണ്ട്. അങ്ങനെ നമുക്കൊരു ആഴ്ചയിൽ 1 ക്ലാസ്സെങ്കിലും നമ്മളുടെ ഉണ്ട് എല്ലാ ആഴ്ചകളിലുമേ. അപ്പം ആ ഒരു പ്രത്യേക ശുശ്രൂഷയിലേക്ക്, അത് കാനഡയിലുള്ളവർക്ക് വേണ്ടിയാണ് ക്രമീകരിക്കുന്നതെങ്കിലും ഞാൻ പ്രത്യേകമായിട്ട് അവരോട് ചോദിച്ചിരുന്നു, കേരളത്തിലുള്ള ഞങ്ങൾ കൊച്ചു കൂട്ടുകാർക്ക് കൂടി അതിൽ പങ്കെടുക്കാനുള്ള സാഹചര്യമുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജൂലൈ 1 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷേ ഈവനിങ് സമയത്ത്, കൃത്യമായ സമയം നിങ്ങൾ പിന്നീട് അറിയിക്കും, വൈകുന്നേരം സമയത്താണ് ശുശ്രൂഷയുള്ളത്. 7:30-ക്ക് ശേഷമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതേ ഉള്ളൂ. അതിലേക്ക് നിങ്ങളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പേരൻസൊക്കെയാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ കൊച്ചുമക്കളെയൊക്കെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒത്തിരി അനുഗ്രഹപ്രദമായിരിക്കും. പല ആക്ടിവിറ്റീസൊക്കെ അതിനകത്തുണ്ട്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ബൈബിൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ബൈബിൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ കളികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു എപ്പിസോഡ് പ്രധാനമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അത് ഞങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ, സമയത്തിൻ്റെ കാര്യങ്ങൾ പിന്നീട് നിങ്ങളെ അറിയിച്ചു കൊള്ളാം. അപ്പോൾ അതിന് രജിസ്ട്രേഷനൊക്കെ ഉണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതാണ്. വേറെ എന്തെങ്കിലും ഇന്ന് പ്രത്യേകമായിട്ട് പറയാനുണ്ടോ? ഇന്ന് ഞാൻ എന്തോ കാനഡ വെച്ചാണ് അവർ കാര്യങ്ങളൊക്കെ. സൂമിലാണ്. നമ്മൾ സൂമിൽ കൂടി കയറി ഇങ്ങനെ കൂട്ടുകാരോട് നമ്മൾ സാറിന് സൂമിൽ ചെയ്യാറുണ്ടല്ലോ, അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിലൊക്കെ സൂമിൽ കൂടെ നടക്കാറുണ്ടോ? ഇമയക്കുള്ള നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹപൂർവ്വം നിങ്ങളെ
ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമുക്ക് ആ ശുശ്രൂഷയിൽ ഒത്തിരിയേറെ അനുഗ്രഹം ലഭിക്കും. ശരിക്കും പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ ഈ കാര്യം മറ്റുള്ളവരെ അറിയിക്കണം. സമയം ജൂലൈ 1 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 7:30 ശേഷമായിരിക്കും. സാറ്റർഡേ സൺഡേയും ക്ലാസ് ജൂലൈ 1 മുതൽ 31 വരെ. അതിൽ സാറ്റർഡേ സൺഡേയും ക്ലാസ് ഇല്ല. വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ആയിരിക്കും. നമ്മൾ രാവിലെ രാത്രി സമയത്താണ്. രാത്രിയില്ല പറഞ്ഞില്ലല്ലേ? രാത്രി കേട്ടോ. രാത്രി 7:30 നമുക്ക് ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുകയില്ല. അന്നേരം വേറെ ആൾക്കാരായിരിക്കും സമയത്ത് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അല്ലേ? കർത്താവായ ഈശോയെ, ഞങ്ങളിപ്പോൾ പങ്കുവെച്ച ആ പ്രത്യേകമായ ശുശ്രൂഷയെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ശുശ്രൂഷ ക്രമീകരിക്കുന്ന ആ മിനിസ്ട്രിയെ സമർപ്പിക്കുന്നു. അതിലെ ശുശ്രൂഷ ചെയ്യാൻ വരുന്ന വൈദികരെയും മറ്റെല്ലാ ശുശ്രൂഷയെ പ്രത്യേകം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൽ പങ്കെടുക്കാനിരിക്കുന്ന ഓരോ മക്കളെയും കുടുംബങ്ങളെയും പ്രത്യേകം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷ ഇപ്പോൾ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കുടുംബങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെക്കുറിച്ച് അറിയുവാൻ ഞങ്ങളെ സഹായിക്കുന്ന വിശുദ്ധ ബൈബിളിനോട്, തിരുസഭയോട്, സഭയുടെ പ്രബോധനങ്ങളൊക്കെ വലിയ സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ടാകുവാൻ ഈ ശുശ്രൂഷ കാരണമായി തീരുന്ന പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. അതെ ജോയാക്കിൻ കേട്ടോ. ജോയാക്കിൻ ഇന്നലെ ചെറിയൊരു കാര്യമേ ഉള്ളൂ. ഇന്നലെ IHS മിനിസ്ട്രിയുടെ ഒരു കൂട്ടായ്മ നടന്നിരുന്നു. ടീമിൽ ഉള്ളവരുടെ കൂട്ടായ്മയാണ്. അപ്പം ജോയാക്കിൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വലിയ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്ന സമയത്ത് ജോപ്പിന് നല്ല താല്പര്യം തോന്നുന്നു. ജോപ്പിന് വിശുദ്ധ ബൈബിൾ എടുത്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം മുതൽ അവസാനം വരെ ഉള്ളത് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ജോപ്പിന് ആദ്യം അത് മുഴുവൻ വായിച്ചു കിട്ടല്ലേ? സുവിശേഷം ചിലർക്ക് മിസ്റ്റി പിന്നെ വിട്ടു എങ്കിലും ആ മുഴുവൻ ഭാഗങ്ങൾ കണ്ട് കവർ ചെയ്യാൻ ശ്രമിച്ചു. ജോബിനെല്ലാം വായിക്കാൻ പരിമിതി ഉള്ളതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ വിട്ടുപോയി. എങ്കിലും മത്തായിയുടെ സുവിശേഷം 1 മുതൽ 28 വരെ ഭാഗങ്ങളിലൂടെ കടന്നു പോകാൻ വേണ്ടി ജോബിന് സാധിച്ചു എന്ന് ജോബൻ പറയുകയുണ്ടായി. ആ ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. നിങ്ങളുടെ സമയം കിട്ടുന്നതനുസരിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏർപ്പെടണമെന്നാണ് ജോബിൻ്റെ ആഗ്രഹം അല്ലേ? ഓക്കെ. അപ്പോൾ ഹല്ലേലൂയ.